2026 ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ സൂക്ഷിക്കുക. കുംഭക്കൂറിലെ അവിട്ടം 2-ാം പകുതി, ചതയം പൂരിരുട്ടാതി മുക്കാൽ, മീനക്കൂറിലെ രേവതി നക്ഷത്രം, കർക്കിടകക്കൂറിലെ പുണർദം അവസാനകാൽ, പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് 2026 പ്രതിസന്ധികൾ നിറഞ്ഞതാകും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും. ഒന്നും അങ്ങോട്ട് നടക്കാത്ത സ്ഥിതി ആയിരിക്കും. മനസ്സുഖം കുറഞ്ഞിരിക്കും. എപ്പോഴും ടെൻഷൻ ആയിരിക്കും. സമാധാനം കുറഞ്ഞിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ദുരനുഭവങ്ങൾക്ക് ഇടയുണ്ട്. പ്രിയപ്പെട്ടവരുമായിട്ട് കലഹത്തിനും അകൽച്ചയ്ക്കും സാധ്യതയുണ്ട്. ഒറ്റപ്പെടൽ ഉണ്ടാകാം. തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാം. തൊഴിൽ നഷ്ടമോ തൊഴിൽ രംഗത്ത് സമാധാനക്കേടോ ഉണ്ടാകാം. മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയ്ക്ക് ഇടവരാം. തൊഴിലിൽ സ്ഥാനചലനത്തിന് ഇടയുണ്ട്. പണച്ചിലവുകൾ കൂടിയിരിക്കും. കടബാധ്യതകൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നേരിടാം. വലിയ ബാധ്യതകൾ എടുത്ത് തലയിൽ വയ്ക്കാതെ ഇരിക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത്. പണം സൂക്ഷിച്ച് ചെലവാക്കുക. ശരീരസുഖം കുറയും. ഇടവിട്ട് രോഗാതുരതകൾ ഉണ്ടാകും. ആശുപത്രിവാസം ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരുടെ വിയോഗത്താൽ ദുഃഖം ഉണ്ടാകാം. പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വർഷമാണിത്. വിദ്യാതടസ്സം വന്നേക്കാം. വിവാഹം തുടങ്ങിയ മംഗളകാര്യാദികൾക്ക് തടസ്സം ഉണ്ടായേക്കാം. വിവാഹം മാറിപ്പോകാൻ ഇടയുണ്ട്. എല്ലാത്തിനോടും പ്രതികരിക്കാതെ ഇരിക്കാൻ ഈ സമയം ശ്രദ്ധിക്കുക. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് 2026 നല്ലത്. കാലം അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ഗൃഹനിർമ്മാണവും ഏറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുള്ള ബിസിനസ്സുകളുമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഭാഗ്യദോഷത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് ഭാഗ്യം പരീക്ഷിച്ചാൽ വിപരീത ഫലമാകും ഉണ്ടാകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം നല്ലതല്ല. എല്ലാ കാര്യങ്ങളും വളരെ അധികം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക. പലതിലും തനിക്ക് അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ പലതും എടുത്തേക്കാം. എടുത്തുചാട്ടം ഒഴിവാക്കുക. പലരുമായും കലഹിക്കാൻ ഇടയുള്ള കാലമാണ്. ദേഷ്യമൊക്കെ കുറയ്ക്കുന്നതാണ് ഈ ഒരു വർഷം നല്ലത്. കുംഭക്കൂറിൽ ജനിച്ചവരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരും ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക. കർക്കിടകക്കൂറിൽ ജനിച്ചവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.